ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്രയോ കാലമായി ശരവണനെ നമുക്കറിയാം. അയാൾ തൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ലാതെ മറ്റൊന്നും സംസാരിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ കുടുംബത്തിനത് തീരാ നഷ്ടമാണ്. എന്താ സാർ ഇഷ്യൂ? അവരുടെ ഒരു ബന്ധുവിനെ കാണുന്നില്ല. അതെ, നിങ്ങളെയൊക്കെ സാറ് വിളിക്കുന്നുണ്ട്. എന്താണോ സർ? ശരവണൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അംഗമാണ്. ഇന്ന് വൈകുന്നേരം ശരവണൻ ജെആറിന്റെ വണ്ടിയെ ഫോളോ ചെയ്ത് പോകുന്നത് ഞങ്ങൾ കണ്ടതാ. അയാളെന്നല്ല ഇയാളെ ഫോളോ ചെയ്യുന്നത്? അതെന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല സർ. സാറേ, അപ്പോഴാ ഞങ്ങളോട് പണി ചെയ്യുന്ന ഒരാൾ വന്ന് ഞങ്ങളോട് പറഞ്ഞത്, അവിടെ അടുത്തൊരു ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തില്ലേ ഈ നിൽക്കുന്ന ജെആറിന്റെ പിന്നാലെ ആ ശരവണനും കേറി പോണ കണ്ടെന്ന്. ഇല്ലടാ? ആ. സർ, ഈ നിൽക്കുന്നത് എന്റെ മകന്. കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു കൊലക്കേസിൽ നിന്നും തന്ത്രപരമായി കോടതിയെ കബളിപ്പിച്ച് പുറത്തിറങ്ങിയതാണിവൻ. ഇയാൾക്ക് ഞങ്ങളോട് പകയുണ്ട് സർ. ഇയാളത് തീർക്കാൻ വേണ്ടി പല മാർഗങ്ങളും നോക്കിയിട്ടുണ്ട്. ഇയാളൊരു കൊലപാതകം ചെയ്യുന്നത് ശരവണൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് ശരവണൻ ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട് ഇയാള് ശരവണനെ... നിർത്ത്. ഇവർ ഈ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഉണ്ടോ? എനിക്കറിയില്ല സാർ. സാർ, ഞാൻ അന്തസ്സായിട്ട് ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് സാർ. ഇവര് പറയുന്ന ശരവണ്ണൻ ഞാൻ കണ്ടിട്ടുമില്ല, ഞാനൊന്നും ചെയ്തിട്ടുമില്ല. സാറേ, ഇവർക്ക് പരാതി ഉണ്ടെങ്കിൽ സാറിന് കേസെടുക്കാം. എന്റെ അഡ്വക്കേറ്റ് സാറിനോട് സംസാരിച്ചോ. സർ, ഇത്രയും പെട്ടെന്ന് ഒരു അഡ്വക്കേറ്റിനെ വിളിച്ചു വരുത്തിയപ്പോ തന്നെ കാര്യം എന്താണെന്ന് സാറിന് അറിയില്ലേ? അത് കുറ്റം ചെയ്തതിന്റെ തെളിവാണെന്ന്. തൽക്കാലം നിങ്ങളെല്ലാരും ഇവിടെ നിൽക്കുക. ഞാൻ ആദ്യം പോലീസുകാരെ അയച്ച് ആ ബിൽഡിംഗ് ഒന്ന് പരിശോധിക്കട്ടെ. അതിനുശേഷം മതി പരസ്പരം പഴിയാരലും കുറ്റം പറച്ചിലും ഒക്കെ. ആ ബിൽഡിംഗ് എവിടെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. സാറേ, ആ സെന്റ് മേരീസ് ചർച്ചില്ലേ? ആദ്യം ക്രൈം എന്താണെന്ന് വ്യക്തമാകട്ടെ, എന്നിട്ടല്ലേ ക്രിമിനൽ ആരാണെന്ന് തിരയേണ്ട കാര്യമുള്ളൂ. പെട്ടെന്ന് പോയിട്ട് വാ. സർ. സർ, ഇതിനു മുൻപും ഞങ്ങൾ പലതവണ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇവൻ പോലീസുകാരെ സ്വാധീനിക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോഴൊന്നും ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും പക്ഷം ചേരാനാവില്ല. ഞാൻ സത്യത്തിന്റെ കൂടെ നിൽക്കൂ. നിങ്ങൾ പറഞ്ഞതുപോലെ ഇയാൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാൻ ഇയാൾക്ക് വാങ്ങിക്കൊടുത്തിരിക്കും. നിങ്ങൾ പോയിട്ട് നാളെ വരൂ. പോലീസുകാർ ആ ബിൽഡിംഗിൽ പോയി അന്വേഷിച്ചിട്ട് വരട്ടെ. അത് മതി സാർ. കേട്ട കാര്യങ്ങൾ പ്രശ്നമാണല്ലോ ജ്യോതി.
പകരം ചോദിക്കാനുള്ള ഉദ്ദേശത്തോടെ ശരവണൻ തന്റെ ചേട്ടനെ തേടി പോയതാണെങ്കിൽ അയാൾ അവനെ കൊല്ലും. ഏട്ടനിപ്പോ പണ്ടത്തെ പോലൊന്നും അല്ലല്ലോ, വലിയ ബിസിനസ്സുകാരനൊക്കെയല്ലേ? ആണ്. പക്ഷേ സ്വന്തം കുടുംബത്തിന്റെ മുമ്പിൽ പോലും, സ്വന്തം അമ്മയുടെ മുമ്പിൽ പോലും വേഷം കെട്ടി നടക്കുന്നവര് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് പറയാൻ പറ്റുമോ? മാത്രമല്ല, രക്തത്തിനോടും കൊലയോടും ഒക്കെ ജീവേട്ടന് തോന്നുന്ന ഒരു ആസക്തി ഉണ്ടല്ലോ, അത് ഒറ്റ ദിവസം കൊണ്ട് കുഴിച്ചു മൂടാൻ പറ്റുന്ന ഒന്നാണോ? ഏട്ടൻ ശരവണനെ കൊന്നുന്നാണോ? ഞാൻ അങ്ങനെ പറയില്ല. ജീവേട്ടന്റെ ഉള്ളിൽ പകയ, പരിചയമുള്ള എല്ലാവരോടും. ചിലപ്പോ അയാൾ ചെയ്തിരിക്കും, ചിലപ്പോ അയാളുടെ ആളുകളെ കൊണ്ട് ചെയ്യിച്ചിരിക്കാം. മനു, നമ്മളൊന്ന് അങ്ങോട്ട് പോണോ? നമ്മൾ പോയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പോലീസുകാർ അന്വേഷണത്തിന് പോയിരിക്കുകയാണെന്നാ പറഞ്ഞത്. അവർ തിരിച്ചെത്തട്ടെ. വിവരം എന്താണെന്ന് എന്നെ അറിയിക്കണമെന്ന് ഞാൻ സ്റ്റേഷനിലെ റൈറ്ററോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിളിക്കും. എത്രയോ കാലമായി ശരവണനെ നമുക്കറിയാം. അയാൾ തന്റെ കുടുംബത്തിന് വേണ്ടിയല്ലാതെ മറ്റൊന്നും സംസാരിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ കുടുംബത്തിനത് തീരാ നഷ്ടമാ. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അയാള് പറയാൻ പോയതായിരിക്കും. വാടാ. സ്വാമി വാ. സർ, എന്തായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല സർ, ഇവര് പറഞ്ഞ ആ കെട്ടിടം മുഴുവൻ ഞങ്ങൾ അരിച്ചു പെറുക്കി. വേറെ തെളിവൊന്നും അവിടുന്ന് കിട്ടിയില്ല. ഇവര് പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് ഞങ്ങൾ ആ ഭാഗത്തെല്ലാം അന്വേഷിച്ചു. പക്ഷേ അങ്ങനെ ഒരാളെ കണ്ടതായി ആരും പറഞ്ഞില്ല. സർ, ഇങ്ങനെ അന്വേഷിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഒരു പെൺകുട്ടിയെ കൊന്നിട്ട് ആരും അറിയാതെ കുഴിച്ചിട്ടവനാണിവൻ.